വീടിത്തുമ്പിൽ നിന്ന് വീടിത്തുമ്പിലേക്ക് ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് ഈ ന്യൂസ് പാടണം, അങ്ങനത്തെ ചില പ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് ആ നാടിൻ്റെ ഒരു സ്വഭാവമൊക്കെ കിട്ടും. ഞാൻ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്ത സാധനം എൻ്റെ മാത്രം ഇമാജിനേഷനാണ്. അത് തന്നെ സിനിമയിൽ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആവുകയുള്ളൂ. പെണ്ണിന്റെ കല്യാണം മുടങ്ങിയ എന്റെ ഏതാ മാറുവേ. പത്മപ്രിയ ചെയ്യുന്ന രുക്മിണി എന്നുള്ള ക്യാരക്ടർ, നിമിഷ ചെയ്യുന്ന വാസന്തി എന്നുള്ള ക്യാരക്ടർ, ഇവർ രണ്ടുപേരുടെയും കമന്ററിയിലൂടെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഈ മെയിൽ ഈഗോ ക്ലാഷിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നത്. അടിക്കുമ്പോ അമ്മാതിരി അടി അടിക്കണം. ഒരു തെക്കൻ തല്ലുകേസ് എന്ന മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു പത്മപ്രിയ ആൻഡ് റോഷൻ മാത്യു. ഹായ് റോഷൻ, ഹൗ ഇസ് ഇറ്റ്? എന്തായിരുന്നു ഇതിലൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആൻഡ് അബൌട്ട് യുവർ ക്യാരക്ടർ? അത് രണ്ട് വലിയ ഉത്തരങ്ങളുള്ള ചോദ്യങ്ങൾ. വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദിസ് ഇസ് വൺ ഓഫ് ദോസ് ഫിലിംസ് ദാറ്റ് ലൈക്ക് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ദ ഡേ ശ്രീജിത്ത് ഏട്ടൻ നരേറ്റഡ് ദ സ്റ്റോറി ടു മീ, നമ്മുടെ ഡയറക്ടർ. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ ദാ റിലീസാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം വരെ ഞാൻ ഈ പടത്തിനെ പറ്റിയിട്ട് എക്സൈറ്റഡ് ആണ്. ആൻഡ് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് എല്ലാം നല്ല എക്സ്പീരിയൻസസ് ആണ്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ട ആൾക്കാർ, കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാർ, വർക്ക് ചെയ്ത മെമ്മറീസ് എല്ലാം ഭയങ്കര പോസിറ്റീവാണ്. ഹലോ 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 എവിടെയായിരുന്നു? ഹലോ ഐ തിങ്ക് ഇത് എല്ലാരും ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. I was having fun, but that's important. ഇത്രയൊക്കെ കിട്ടും. What excited you? No, I don't think it is അത്ര കാഷ്വൽ ആയിട്ട് ഒരു സംഭവം ഇല്ലാത്ത മൂവി ചെയ്യുന്നത്. No, so I was doing full time films as a professional actor, and അതിന്റെ കഴിവും അതിന്റെ ഒരു റിക്വയർമെന്റ്സും മാൻഡേറ്റ്സും ഉണ്ടല്ലോ. But I took a serious break because I wanted to stay away from. It was a conscious decision. അതിൻ്റെ ഇടയിൽ ചേട്ടന് കിട്ടി, കല്യാണം കഴിഞ്ഞു. സോ ആക്ച്വലി യുവബിൻ്റെ പുസ്തകം ഹാപ്പൻ ആഫ്റ്റർ ഐ ടുക്ക് ദ ഡിസിഷൻ ടു ടേക്ക് എ ബ്രേക്ക്. സോ ഞാനത് ആക്ച്വലി യുവബ് ഷൂട്ട് ചെയ്തത് ഞാൻ വായിക്കുന്ന ഒരു വിന്റർ വെക്കേഷൻ്റെ ഇടയിലാണ് ഞാനത് വന്ന് ഷൂട്ട് ചെയ്തത്. ഐ ഡോണ്ട് നോ, ഐ മീൻ ഷെഫ് 2017 റിലീസായത് കിട്ടിയതൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ഗെയിം. ഐ വെന്റ് ടു സം അവാർഡ് ഫംഗ്ഷൻ. അപ്പോൾ അവിടെ ആ ഡയറക്ടർ കണ്ടപ്പോൾ എന്തോ ആ ഫോട്ടോ ഡയറക്ടർ കണ്ടപ്പോൾ എനിക്ക് പ്രിയ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കാണാമെന്ന് പറഞ്ഞു. Then they said that's an adaptation of Chavro's Chef, and that was like because Chavro's Chef release ആവുമ്പോൾ I was in US and I saw it in the theater. Okay. So for me it was like okay, and I'm a huge fan of Saif Ali Khan. Okay, ഞാനൊക്കെ ലങ്കട ഒക്കെ കണ്ട് ലങ്കട ത്യാഗിയൊക്കെ കണ്ട് സീറ്റി അടിച്ച് ഒരു തിയേറ്ററിൽ. So for me I was like okay, and in between work and ഒരു അത്രയും എനിക്ക് because it was a female lead role, but അത്രയും it was not like something which required too much time of mine. So I did it for the experience. പിന്നെ ചെയ്ത ഒരു ആന്തോളജിയും പിന്നെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഫോർ അടൂർ സർ, അത്രയായിരുന്നു. So I was purposefully staying. I was happy being invisible. I'm a very private person. I enjoy the invisibility. But at some point I was also missing acting. I wanted to be in that space where I miss acting. Okay. അപ്പോൾ അതിൻ്റെ കൂടെ എന്തോ ഞാൻ അങ്ങനെ ആ ഒരു ഫീലിംഗ് വരുമ്പോൾ okay, let me start thinking about getting to cinema is when this story came, couple of others came. So it's a natural thing. Somehow it's happened. Okay, but when ഒരു means like when you're coming back, I mean I don't call it a comeback actually, പക്ഷേ something should interest you അല്ലേ? നമുക്ക് നല്ല ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നല്ലൊരു സ്റ്റോറി ആണല്ലോ, അങ്ങനെ ഒരു അട്രാക്ഷൻ എന്തെങ്കിലും? See, okay, now that we are talking about comebacks. Okay. Let's talk about comebacks. We've been talking about comebacks. In the sense, ഇപ്പോൾ ഒരു സ്പേസ് കിട്ടിയപ്പോൾ because like I feel like when there are lots of other actors also, you don't want, it's not like my personal thing, but I have genuinely been influenced by a lot of actors. ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര ഈസി ഡിസിഷൻ ആയിരുന്നില്ല. It was at the peak of my career, and technically at that age, you know, at 27, 28, you're like, should I do this or not? You're earning well, like why take a break? Student ആയിട്ട് ശ്രമിച്ചു ഇതൊന്നും ആവശ്യമൊക്കെ ഉണ്ടോ? And everybody was like, and it's an out of space, out of mind ഒരു മീഡിയ ആണ് എനിക്ക് തോന്നിയത്. I am just very grateful that like a lot of people remember what you do as a work, and that's what you leave behind. At some point of time I will leave this world.
and what remains is നമ്മൾ ഈ art medium ണ്ട് ഉണ്ടാക്കുന്ന ഒരു what we create in the art is what stays forever, right? So I am very influenced by actors who are genuine with their art form. For instance, I remember Tom Hanks at the peak of his career took a 2-year break just to do a Broadway show for 2 years. I remember Natalie Portman just going and doing a psychology like a PhD in psychology in Harvard. And അവർ പിന്നെ തിരിച്ചു വന്നിട്ട് they have done films. So അങ്ങനത്തെ ഒരു you can call it childish, you can call it immature, വെറുതെ ഉള്ളത് ഒരു ധൈര്യം പറയാം. പിന്നെ ഒരു വേറെ ധൈര്യം എന്ന് പറഞ്ഞാൽ I never came into the space thinking I will be an actor. സോ അങ്ങനത്തെ ഒരു അഹങ്കാരം പറയാം. അപ്പൊ ആയില്ല, അപ്പൊ ഇപ്പൊ ഈ പിന്നെ വന്നാൽ പിന്നെ ആവും. That gives you a certain freedom. It's not like I don't feel scared every day in the morning you're hustling for work, Roshan, you know, right? Like you get up and you're like, oh my god, what are we going to do next? So അതിന്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. But I thought it was important because you have to get up in the morning and feel like you're doing that job. So it was a way to find myself again. ചിലപ്പോൾ സിനിമയുടെ തിരക്കിൽ നമ്മൾ അത് ലൂസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. I have a lot of respect for that actually. To have the kind of security, ഒരു ബ്രേക്ക് എടുക്കാൻ and to still, കാരണം ഒരു ബ്രേക്ക് എടുക്കുക അല്ലെ ഇതിന്ന് മാറി നിൽക്കാന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ബോധ്യം വേണം, കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് I have a lot of respect for, whether you come back or not. കാരണം അത് എടുക്കും, ബ്രേക്ക് എടുക്കും, അത് അറിയില്ലല്ലോ. അതിന് that requires a lot of guts. I really want to make this point. I think being and choosing to be an actor or choosing to be in the cinema field is the most non-traditional choice. So taking a break in a non-traditional profession is not abnormal. I feel it should be a course. As a storyteller, as a participant in storytelling, നമ്മൾക്ക് അതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ I feel like now when I look back, if I had not done that break, I may not enjoy what I'm doing today. I have to miss the job I do. And so I think that to recognize that you have to find somewhere that motivation, right? And therefore actually I enjoy this because njan appurum whenever I used to do my new film, I used to feel like it's my first film. Or feeling ippo I feel like nervous. I love to feel nervous for every film of mine, to feel that it's your first. So I think that's an important part of should be part of every actor, and we should really encourage it instead of calling it as comeback in anda adinte oru verde oru pressure okke ittittu കാര്യമില്ലല്ലോ. അതിന്റെ പ്രഷർ ഓൾറെഡി ഉണ്ട്. ഇതൊരു നാഷണൽ അവാർഡ് കിട്ടി, ഇനി അങ്ങോട്ടുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ വിചാരിച്ചു മനസ്സിലാക്കി ഇതൊരു അംഗീകാരമാണ്. അപ്പൊ ടോക്കിംഗ് അബൌട്ട് വർക്ക്, അപ്പൊ റോഷൻ ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നമ്മള് ഒരു മീൻസ് ഫ്രം വൺ പ്രോജക്ട് ടു അതർ, അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവുന്ന ഒരാളാണ്. പിന്നെ അടുത്ത എന്താ പരിപാടി നമ്മൾ ആരെയും വിളിക്കുന്നത്? ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാരണം എനിക്ക് ഐ ഹവ് നോട്ട് ഫൗണ്ട് എനിത്തിങ് എൽസ് ഇൻ ലൈഫ്. ഇതല്ലാതെ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള വേറൊരു കാര്യമില്ല, എനിക്ക് ചെയ്യുമ്പോൾ സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള ജോലി ഡ്രൈവിംഗ് ആണ്. അതിനിടയിൽ വേറെ ഒന്നുമില്ല. ഞാൻ ലൈക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോ എനിക്കൊരു സന്തോഷം തോന്നുന്നത് ഇതിനാണ്, വേറെ ഒരു ഓപ്ഷൻ എനിക്കില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ വോളണ്ടറിലി ഞാൻ ഡിസൈഡ് ചെയ്തൊരു ബ്രേക്ക് എടുത്താൽ പോലും ഐ നോ ദാറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തോന്നുന്നു ഇതൊരു ബ്രേക്ക് അങ്ങനെ അങ്ങ് പോവോ. ഐ ഡോണ്ട് ഹാവ് ആൻ ഐഡന്റിറ്റി ബിയോണ്ട് ദിസ്. ഇറ്റ്സ് വെരി ട്രൂ ദാറ്റ് ലൈക്ക് എന്നോട് ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഷൻ മാത്യു ഐ ആം ആൻ ആക്ടർ. ഫിലിം ആക്ടർ എന്ന് ഞാൻ പറയില്ല, ഐ ആം ആൻ ആക്ടർ. ഞാൻ സിനിമ ഇല്ലെങ്കിൽ ഞാൻ നാടകങ്ങൾ ചെയ്യും. അതും ഇല്ലാതായാല് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മീൻസ് ഈ റോഷന്റെ ക്യാരക്ടേഴ്സ് യു എക്സ്പ്ലോർ മീൻസ് ലൈക്ക് ഇപ്പം ഏത് ഷെയ്ഡ് ആണെങ്കിലും മീൻസ് ആസ് എ പെർഫോമർ എനിക്കിത് എത്രത്തോളം കൊടുക്കാം. ഐ തിങ്ക് ഞാൻ റോഷന്റെ കരിയർ ഫോളോ ചെയ്യുമ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. മീൻസ് ലൈക്ക് ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സിൽ വന്നു, ഇപ്പൊ കോബ്ര എക്സലന്റ് പെർഫോമൻസ് മാൻ. ഐ ജസ്റ്റ് ലവ് ദാറ്റ് വില്ലൻ. അങ്ങനെ ഒരു പെർഫോമൻസ്. Actually, I am very jealous of actors like him. And I'm very jealous of all my many male actors because the kind of opportunity they get to do these kind of diverse roles. നമ്മളെപ്പോഴും ലൈക്ക് യു ആർ പ്ലേയിങ് ദ ഫീമെയിൽ ലീഡ്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ബട്ട് ലൈക്ക് ഇറ്റ്സ് ജെന്യുവൻലി വെരി കൂൾ ഫസ്റ്റ് ഓഫ് ഓൾ ടു മേക്ക് ദോസ് ചോയ്സസ്. ഹാറ്റ്സ് ഓഫ് ടു യു.
But yeah, continue your question. അപ്പം മീൻസ് ആ ഒരു കോൺഫിഡൻസ് ഒന്ന് thank you പറഞ്ഞോളൂ. ഓക്കെ എല്ലാവരും ചേർത്ത് ലാസ്റ്റ് ആക്കി അപ്പൊ ഇത് വേറെ ലെവലിൽ പോയി. വാട്ട് ഇസ് ദ കോൺഫിഡൻസ് ആക്ച്വലി ഇത് ഞാനിപ്പോ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്താൽ ഐ ക്യാൻ കം ബാക്ക് ആസ് ഇപ്പം ഒരു ഹീറോ ആയിട്ട് പെർഫോം ചെയ്യാം ഒരു കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി വേണം അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ ഒരു ഷെയ്ഡ് പിടിച്ചു കഴിയുമ്പോൾ വരുന്ന മൊത്തം അങ്ങനെ ആയിരിക്കോ? അല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല ആക്ച്വലി. അത് ആലോചിക്കാതിരിക്കുന്നത് കുറച്ചൊക്കെ കോൺഷ്യസ്ലി കൂടെയാണ്. അങ്ങനെയൊക്കെ ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ആലോചനയുടെ വെയിറ്റും കൂടെ നമ്മൾ ക്യാരി ചെയ്യണം. ഐ തിങ്ക് ഐ ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ഐ എം ഏബിൾ ടു ഇപ്പൊ ഒരു നല്ല സിനിമയില് ഒരു ലീഡ് അല്ലാത്ത ക്യാരക്ടർ ആസ് ഒപ്പോസ് ടു ഒരു മീഡിയോക്കർ സിനിമയിൽ ലീഡ് ക്യാരക്ടർ വന്നാലും ഞാൻ നല്ല സിനിമയെ പിക്ക് ചെയ്യത്തുള്ളൂ. അതെനിക്ക് അത് ചെയ്യാനുള്ള ധൈര്യം ക്ലാരിറ്റി എനിക്കുണ്ട്. അപ്പോൾ അത് വെച്ച് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത് കൊണ്ട് എല്ലാവരും നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് മാത്രമല്ല വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് മിക്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് പ്രിയ റൈറ്റ്ലി സെഡ്, ആ ഒരു ഡൈവേഴ്സിറ്റി ഓപ്ഷൻസിൽ എനിക്ക് വരുമ്പോൾ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പിക്ക് ചെയ്യുന്നതിൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നത് അത് വരുമ്പോൾ ഉള്ളത്. ഇൻപുട്ടിൽ ഇല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു സെൻസ് ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി എനിക്ക് അത് പ്രിസർവ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ദാറ്റ് ലൈക്ക് അടുത്ത പടത്തില് നല്ലവനാണോ ചീത്തയാണോ. ഇപ്പൊ എന്റെ അടുത്ത് തെക്കന്റെ മറ്റേ എന്തൊരു പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, ഐ കീപ് മൈ ഫ്രണ്ട്സ് ഔട്ട്സൈഡ് ഓഫ് ഫിലിം വെരി ക്ലോസ്. അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഭയങ്കര വാല്യുബിൾ. അപ്പൊ എന്റെ ഒരു സ്കൂൾ ഫ്രണ്ട് വാസ് നത്തിങ് ടു ഡു വിത്ത് ഫിലിം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അവൻ വിളിച്ചിട്ടാ നല്ല രസമുണ്ട്, നല്ല മറ്റേ പ്രണയമൊക്കെ അടിപൊളി, നീ അടിപൊളി, പിന്നെ നീ ചതിക്കുമെന്നൊരു പേടി മാത്രമേ നല്ലതാ, പേടി ഇരിക്കട്ടെ, കണ്ടു നോക്ക്. നല്ലതല്ലേ? നമ്മൾ ഓൾറെഡി വരുമ്പോ ഇവൻ ആയതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ക്യാരക്ടറാണ് എന്ന് വിചാരിക്കുന്നത് ശരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ ഇതൊരു നോവലിന്റെ ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ ആണല്ലോ. അപ്പം ഇതൊരു എലമെന്റ്സ് ഓഫ് സിനിമ കയറുമ്പോൾ ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ല? അല്ലെങ്കിൽ സിനിമാറ്റിക് ഫാക്ടേഴ്സ് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കഥയിൽ ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ്, അങ്ങനെ സംതിങ് വിച്ച് യു തോട്ട് മൈറ്റ് ഹാപ്പൻ? എനിക്ക് ഐ റെഡ് ദ ബുക്ക് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട്. അത് ശ്രീജിത്ത് ഏട്ടനോട് ഡിസ്കസ് ചെയ്തെടുത്തൊരു തീരുമാനമായിരുന്നു. നമ്മൾ സിനിമയിൽ അതിൻ്റെതായിട്ടുള്ള സിനിമ ലിബർട്ടിയിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത് സിനിമ എന്ന് പറയുന്നൊരു ഫോമിലേക്ക് വളരെ ഈസിലി ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വളരെ ചെറിയ പെറ്റി എന്ന ദൂരെ നിന്ന് ഒബ്ജക്റ്റീവ്ലി നോക്കുമ്പോൾ തോന്നാവുന്ന ഇഷ്യൂസിലെ ഭയങ്കര ഡ്രമാറ്റിക് പോസിബിലിറ്റീസ് ഇന്ദുഗോപൻ സാർ ആ എഴുത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഭയങ്കര രസമുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള കുറേ ക്യാരക്ടേഴ്സ് അതിൽ ഉണ്ട്. അപ്പോൾ ഈ ബീഡിത്തുമ്പിൽ നിന്ന് ബീഡിത്തുമ്പിലേക്ക്, ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് ഈ ന്യൂസ് പാടണം, അങ്ങനത്തെ ചില പ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് ആ നാടിൻ്റെ ഒരു സ്വഭാവമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഐ ഡോണ്ട് നോ ഇഫ് ഐ ലൈക്ക് കോട്ടഡ് ഇറ്റ് റൈറ്റ്, പക്ഷേ അപ്പോളജീസ് ഇഫ് ഐ ഡിഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിന് ഒരു സിനിമാറ്റിക് പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് ലിറ്ററേച്ചർ വേറെയും സിനിമ വേറെയും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു അത് വേറൊരു. ഇപ്പം ഞാൻ വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഒരു സീരീസ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഹാരി പോട്ടർ, അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദ റിങ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ അരവിന്ദ് അടികയുടെ വൈറ്റ് ടൈഗർ, ഇതൊക്കെ സിനിമകളായിട്ടുണ്ട്. അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ജോയ് അതിൽ നിന്ന് കിട്ടും. ഞാൻ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്ത സാധനം എൻ്റെ മാത്രം ഇമാജിനേഷനാണ്. അത് തന്നെ സിനിമയിൽ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആവുകയുള്ളൂ. അതിനെ ഹാവ് യു ബീൻ ഏബിൾ ടു ഡു ജസ്റ്റിസ് ടു ഇറ്റ്? അവിടെ നിന്നാണല്ലോ ആ പ്രയോഗം വരുന്നത്. അതിപ്പോൾ ഓഡിയൻസ് കണ്ടിട്ട് തെക്കൻ തല്ലുവേഴ്സിനെ പറ്റിയിട്ട് അവരതിൻ്റെ ജഡ്ജ്മെന്റ് പറയും, വായിച്ചിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ. പക്ഷെ എനിക്ക് സിനിമ ചെയ്തതും ബുക്ക് വായിച്ചതും ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആയിരുന്നു. പക്ഷെ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പം നമുക്ക് സിനിമ ചെയ്തതിനകത്ത് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഉള്ള ഒരു അഷ്വറൻസ് എനിക്ക് കിട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ. വെരി സിമിലർ തിങ് ഇസ് ഹിസ്. ഞാൻ ബുക്ക് ഇപ്പോഴും വായിച്ചിട്ടില്ല, എനിക്ക് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട്. ബട്ട് ഐ റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. അപ്പോൾ ബുക്സോട് കുറേ സ്നേഹം, അത് പ്രണയമുണ്ട്. സോ adaptation of literature to cinema is a very complicated
രണ്ടും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ മീഡിയംസ് ആയാലും ആ റൈറ്റർ ആ എഴുത്തുകാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ എഴുതുന്നത് ഭയങ്കര ഒരു ഇറ്റ്സ് ഫ്രോം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് കമ്മിങ് ഫ്രോം എ ഡിഫറെൻറ്റ് സ്പേസ്, റൈറ്റ്? So when you listen to it, sometimes it's very easily adaptable. I haven't heard this story, but there are other stories like apart from Harry Potter and stuff, Gone Girl for instance. It's an adaptation of a book, right? There's a book called The Wild, which Reese Witherspoon is acted in. It's completely a travel story. If you hear the one line of it, you can't think of it like a film. But successful at adapt the cinema book. Marquez in the books, for instance, I can never imagine them to be in the visual world because it's all about words, and cinema is all about visuals. Right. ആ വേർഡ്സ് ആ വിഷ്വൽസ് ഉണ്ടാക്കുന്നതും ഒരു കാര്യമാണ്. പക്ഷേ ഒരു വാക്ക് നമ്മൾ ഒരു വിഷ്വൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമ യു കാണ്ട് ലൈക്ക് സോ ആസ് മച്ച് as Marquez can be celebrated as a writer and but word to screen I haven't seen so far. I can't imagine that a Marquez can be adapted. ചില ഇൻട്രസ്റ്റിംഗ് നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാടകങ്ങൾ, for instance, there are some playwrights which have become very good. Like there was a Kannada film recently which has been adapted into I have done films which have been adapted into movies even before. ഞാനൊരു ബംഗാളി പടം ചെയ്തിട്ടുണ്ടായിരുന്നു, പിങ്കിൻ്റെ ഡയറക്റ്റ് ചെയ്ത പടം. That's a very famous Bengali writer's book, Sunil Gangopadhyay's book, and that was an adaptation and it came out quite well. I mean, I think it came out well. It got a lot of critical acclaim. It didn't do box office well, but there is a possibility of adaptation. But in Thekkan Thallu case, ഞാൻ ബുക്ക് വായിക്കാതുകൊണ്ട് വായിക്കാനുള്ള ഒരു അവകാശം ഇല്ലല്ലോ, because I can't read Malayalam and I don't want someone to read it out to me. So when Sreejith told me, the canvas seemed real. പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം, because it's for a first time filmmaker, like this is massive. This is massive not just because you have to create 1980s. There are so many characters, there are so many small characters. There is artwork, there is just so much happening. Music, there is nothing. And നമ്മൾ എത്ര പറഞ്ഞാലും ആ ഷൂട്ടർ ആ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്താലേ ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. So that's like 50% of 50-60% of the job, and then to think of a production scale like that. I mean, to have a producer back up a story like this where there is no story, oru kadha illa pakshe kadha undu, that is, I think it's quite commendable. So I would say that ഞാനിത് ഒരു സിനിമ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. So I am very sure it's a film which is I read it as a script which is very entertaining. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ് ആസ് എ ബുക്ക് ഐ ഡോണ്ട് നോ, ബട്ട് ആസ് എ സ്ക്രീൻ പ്ലേ, ആസ് എ ഫിലിം, ആസ് എ നറേറ്റീവ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ വിഷ്വൽ മീഡിയം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പൊളിയൻ ക്യാരക്ടർ, ക്യാരക്ടർ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കും ടുവേർഡ്സ് ദ മൂവി? മീൻസ് ലൈക്ക് ഒരു ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് എഗെയിൻ ഒരു മെയിൽ ഈഗോയുടെ ഷോ ഡൗൺ ആണോ? അല്ല, അതാണ് അത് ഈ മെയിൽ ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത് ഇതിനകത്തെ ഒരു ഇൻസിഡന്റ് ആണ്, ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതിൽ നിന്നാണ് ചിലപ്പോൾ ഈ കഥ തന്നെ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇസ് വെരി ട്രൂ. ബട്ട് വേർ ഇറ്റ് ബിക്കംസ് എക്സൈറ്റിംഗ് ഇസ് ഈ പത്മപ്രിയ ചെയ്യുന്ന രുക്മിണി എന്നുള്ള ക്യാരക്ടർ, നിമിഷ ചെയ്യുന്ന വാസന്തി എന്നുള്ള ക്യാരക്ടർ, ഇവർ രണ്ടുപേരുടെയും കമന്ററിയിലൂടെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഈ മെയിൽ ഈഗോ ക്ലാഷിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നത്. അവിടെയാണ് എനിക്ക് ഞാൻ ശ്രീധരനെ വിളിച്ചിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞതാ, ഞാൻ ഇതിനകത്ത് ഇത് ശരിക്കും ഇവരുടെ പടമാണല്ലോ ശ്രീധേട്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് രുക്മിണിയോ വാസന്തിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൊടിയും ചെയ്യാം, പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് ശരിക്കും ഒരു പെർസ്പെക്റ്റീവ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വളരെ ഇത് എത്ര പെറ്റിയാണ്, ഇത് എത്ര ചെറുതാണ് ഈ ഇനിഷ്യൽ ഒറിജിനൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ശരിക്കും ഈ ക്യാരക്ടേഴ്സ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ നിങ്ങൾ ഒരു 80s നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴില്ല, അതിന്റെ ഒരു മീൻസ് നമ്മുടെ മീൻസ് എസ്പെഷ്യലി ദ ലുക്സ് മാൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ ഒരു ലാംഗ്വേജ് ട്രാൻഡ്രം കോസ്റ്റൽ സൈഡിലുള്ള ഒരു ലാംഗ്വേജ്. അപ്പോൾ ഇതിന് ഹൗ ഡിഡ് യു ഗൈസ് വർക്ക് ഓൺ ദാറ്റ്? അത് ഇങ്ങനെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ എങ്ങനെ ട്രൈ ചെയ്തു? എനിക്ക് പ്രത്യേകമായിട്ട് ഐ എം വെയറിങ് ദിസ് മുണ്ട് ആൻഡ് ബ്ലൗസ് ആൻഡ് തോർത്ത്. ഞാനത് മുമ്പ് ഇട്ടിട്ടുണ്ട്, സോ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് ലൈക്ക് മൈ ഹെയർ ആൻഡ് ഓൾ വാസ് ലൈക്ക് ഇനീഷ്യലി നമ്മൾ ലുക്ക് ടെസ്റ്റും ചെയ്ത് ലുക്കല്ല നമ്മൾ ലാസ്റ്റിൽ വെച്ചത്.
സോ മുഴുവൻ എണ്ണ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഒരു ടെൻഷൻ ഇല്ലല്ലോ ഇത്രയും വലിയ. ഇവൻ യു ഹാവ് ലോങ് ഹെയർ നോ, യു ഡോണ്ട് വോണ്ട് ടു കീപ് ഇറ്റ് ഓപ്പൺ, യു ജസ്റ്റ് വോണ്ട് ടു ലൈക്ക് പുട്ട് ഓയിൽ. ഞാൻ വീട്ടിൽ എപ്പോഴും റിബൺ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. So for me it was actually very comfortable the minute they said that you put oil and all. I think and the minute that happens, adu matralla actually the director and the art and everybody, the creative director, everybody had done their job so well. So you kind of visually you seep into that space very easily. Nambalku as an actor, I don't think pratyegamayitu there was no effort which was required. Actually I look in then you get a, sorry to interrupt. Yeah, go ahead. I look in then you get a good sense of ഈ ക്യാരക്ടർ എന്താണ്, എങ്ങനത്തെ ആളാണ് എന്നുള്ളത്. പൊടിയന്റെ ഒക്കെ ലുക്ക് എൻ്റെ ഞാൻ ലൈഫിൽ ഞാൻ എൻ്റെ മുഖത്തിനെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ് പൊടിയന്റെ മുഖം. അപ്പോൾ നമ്മൾ വേറൊരാളാവുന്നത് എന്നുള്ള ആ ഒരു ബേസിക് സാധനത്തിന് ഭയങ്കരമായിട്ട് ഇത് എയ്ഡ് ചെയ്യും. ആൻഡ് ലൈക്ക് ഈ പറഞ്ഞതുപോലെ ഇവർ ഭയങ്കര റിസർച്ച് ചെയ്ത് എനിക്കൊരു റെഫറൻസ് അയച്ചു തന്ന് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ അതിൽ നിന്ന് വലിയൊരു മാറ്റമൊക്കെ വരുത്തി. ആൻഡ് ബിക്കോസ് ഇത്രയും ട്രസ്റ്റ് ചെയ്യാൻ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഞാനിത് ചോദ്യം ചെയ്തിട്ടില്ല, ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചെയ്യും എന്നുള്ള ഒരു സാധനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമുക്കത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അത് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മളായിട്ട് റൂമിൽ ചെല്ലുമ്പോൾ അല്ലെ വീട്ടിലിടയ്ക്ക് പോകുമ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നില്ലെങ്കിലും ഷൂട്ടിന്റെ സമയത്ത് അത് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ലൈക് ശ്രീജിത്ത് ഒരു ഡയറക്ടറുടെ ഡെബ്യൂ ആണ്. അപ്പോൾ അതിന്റെ ഒരു മീൻസ് ലൈക്ക് ഒരു നിങ്ങൾ മീൻസ് യു ഗൈസ് ഹാവ് എക്സ്പീരിയൻസ് അല്ലേ മീൻസ് ഇത്രയും മൂവീസിൽ. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻപുട്ട് ആൻഡ് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു മീൻസ് ആസ് എ ഡയറക്ടർ ഓൺ സെറ്റ്സ്? ഒരു മീൻസ് ഇപ്പോൾ ഓരോ ടേക്ക് ആണെങ്കിലും മീൻസ് ആ ഒരു പീരിയഡ് റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതും ഒരു ചലഞ്ചാണ് ആൻഡ് ദ ഹോൾ തിങ് ടു മാനേജ്. എനിക്ക് ഒരിക്കലും ശ്രീധേട്ടനിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസോ ക്ലാരിറ്റി ഇല്ലായ്മയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഷൂട്ടിന് ചെന്ന സമയം മുതൽ നല്ല എന്നെ ആദ്യം മീറ്റ് ചെയ്ത് ആദ്യം എന്നോട് ഈ കഥ ഇതിങ്ങനെയാണ്, ഇതാണ് ഈ സിനിമ എന്ന് പറയുന്ന സമയം മുതൽ തന്നെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഈ പറയുന്ന ആൾക്ക് ഈ പറയുന്ന കാര്യം സിനിമയായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് ഫസ്റ്റ് ശ്രീധേട്ടൻ. അത് നമുക്ക് ആദ്യത്തെ ഒരു 2 മിനിറ്റിൽ ചിലപ്പോൾ വരുന്ന കാര്യമായിരിക്കും. അത് either it will come or it won't come, അത്രേ ഉള്ളൂ അതില്. അത് ശ്രീധേട്ടനുണ്ടായിരുന്നു. ഹി വാസ് ദാറ്റ് പ്രിപ്പയർഡ്. ആൻഡ് ഇതിനു വേണ്ടി ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ശ്രീധേട്ടൻ. പക്ഷെ ഐ ഗെസ് ആ ഹോംവർക്ക് മാത്രമല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയാലും ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റീസ് ആയാലും ക്ലാരിറ്റി ഓഫ് തോട്ട് ആയാലും ആർട്ടിക്കുലേഷൻ സ്കിൽസ് ആയാലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ആക്ടറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക ഭയങ്കര ട്രിക്കി സാധനമാണ്. എന്ത് ചെയ്യണമെന്ന് പറയാൻ എളുപ്പമാണ്, ഇത് എന്തുകൊണ്ട് ചെയ്യണമെന്നും കൂടെ ഒരു ആക്ടർക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് അത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡയറക്ഷൻ ആവുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആർക്കും വേണമല്ലോ അഭിനയിച്ച് കാണിക്കാം. അപ്പൊ എല്ലാവരും ഡയറക്ടറിനെ പോലെ അഭിനയിക്കും. ശ്രീധരനൊന്നും അഭിനയിച്ച് കാണിച്ചിട്ടില്ല. ശ്രീധരനല്ലാതെ എനിക്ക് തോന്നുന്നത് അതിങ്ങനെയായിരിക്കും കാരണം. ചിലപ്പോൾ ആ കാരണം വാക്കുകളിൽ പറയേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷനിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ആ കണക്ഷൻ ഉണ്ടായിരുന്നു ശ്രീധരനായിട്ട്. ഐ തിങ്ക് എവ്രിബഡി ഫെൽറ്റ് ദാറ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഐ ഫെൽറ്റ് ഭയങ്കര നല്ലൊരു ഡയറക്ടർ ആൻഡ് ഓവറോൾ A+ human being ആണ്. That's important അല്ലേ? You should get that vibe, ആ connection ഒക്കെ. You work with some people like that. അപ്പോൾ നമുക്ക് we are also happy, they are also happy. അതിന് എളുപ്പമല്ലല്ലോ. ഇത്രയും സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഞങ്ങൾ കുറെ പേരുണ്ട്, അത് കൂടാതെ കുറെ ആൾക്കാരുണ്ട് ഷൂട്ട് ചെയ്യുന്നത്. the added responsibility of this being celebrated fiction, പീരിയഡ് പടമാണ്, അത്യാവശ്യം വലിയ സ്കെയിലാണ്. തളർന്നിട്ടില്ല. ഞാൻ മലയാളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സിനിമയാണ്. അപ്പോൾ ഇപ്പൊ ഈ നോവലില് ഇന്ദുഗോപൻ സാർ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നൊരാളെ കുറച്ച് ആൾക്കാർ കൂടി രാത്രി ഒരു തെങ്ങുംതോപ്പിൽ കൂടെ ഓടിക്കുന്നു. അപ്പൊ ഈ പറയുന്നതിനകത്ത് എത്ര ആൾക്കാർ വേണം, ഈ തെങ്ങുംതോപ്പ് എത്ര വലുതാവണം, ഓർ ഇത് എത്ര മാസീവ് ആണ് ഈ സീൻ എന്നുള്ളത് ഒരു ഡയറക്ടറുടെ വിഷൻ മാത്രമാണ്. ഒരു രീതിയിലും ഇന്റർഫിയർ ചെയ്യാതെ ഈ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കിട്ടുന്ന ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആകുമ്പോഴത്തേക്കിനും അതിന് ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻസോ കോൺവെർസേഷൻസ് ഡിബേറ്റ്സ് വരെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു പോയിന്റിൽ പോലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം അവിടെ ഇല്ല എന്നോ വേണ്ട സപ്പോർട്ട് അവിടെ ഇല്ല എന്നോ നമുക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഐ മീൻ ലൈക്ക് E4-ലുള്ള എല്ലാവരെയും ഒന്നും എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ ലൈക്ക് സാരഥി ചേട്ടൻ സെറ്റിലിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഐ ഹവ് ഓൾവേസ് സീൻ ഹിം വിത്ത് എ ബുക്ക്. ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഐ നോ എവിടെയോ
ആ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഇത് സിനിമയാക്കാൻ പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ്. അങ്ങനെയൊക്കെ തന്നെ വായിച്ച് ഈ അമ്മിണിപ്പിള്ള വെട്ടി കേസ് എന്നുള്ള പുസ്തകം അങ്ങനെ തന്നെ വായിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിനെ പറ്റിയും വി ഹാഡ് എ സിമിലർ കോൺവെർസേഷൻ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അപ്പൊ ദി ഐഡിയ ഓഫ് കോൺസ്റ്റന്റ്ലി അതിൽ നിന്നാണ് ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്ന് തോന്നുന്നു. അപ്പൊ അത് മുകേഷ് for that matter, I had never met him. I had only heard about Mukesh for a while. So ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തില് ഫംഗ്ഷൻ ആണപ്പോൾ we came in the same car together. Right. He has seen the entire industry like grow. I mean, as a distributor, police cinema has been there since the time English movies. Since the time English movies were imported in cans. So they were distributors of English films. So ഇങ്ങനത്തെ പോലെ സിനിമകൾ ചെയ്യണം, അങ്ങനത്തെ ഒരു പാഷൻ ഉള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ഒരു നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. ബിക്കോസ് അതർവൈസ് യു കാൺട്ട് എക്സിക്യൂട്ട്. There's a lot that rests in their hands, no? You know, അവരാണ് ഇതിനകത്ത് ഏറ്റവും അധികം സ്റ്റേക്സ് ഉള്ള ആൾക്കാർ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ആൻഡ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഷൂട്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫിയുടെ പീരീഡ് കഴിഞ്ഞാൽ പടത്തിന്റെ വർക്കിന്റെ പീരീഡിന് അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അവരുടെ കയ്യിലാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഫുൾ അവയർനെസ്സോടെ ഒരാളെ, എസ്പെഷ്യലി ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടില്ലാത്ത ഒരു ആളെ വിശ്വസിച്ച് അയാളുടെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വിടുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എൻ ഈസി ജോബ് ടു ഡു. ആൻഡ് ടു ഡു ഇറ്റ് ഗ്രേസ്ഫുള്ളി ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. All the best and thank you so much, Roshan. Thank you so much. Thank you. എങ്ങനെയാ, ഇഷ്ടപ്പെട്ടാ?